ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിയട്ടൻ പാഷൻസ്. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാഷൻ ഫ്രൂട്ട് പുഡിംഗ് ആണ്. പുഡിങ്ങിന് ആവശ്യമായ പാഷൻ ഫ്രൂട്ട് എടുത്തു വച്ചിട്ടുണ്ട്. ആദ്യം നമുക്കത് മുറിച്ചിട്ട് ഒരു ബൗളിലേക്ക് ആക്കിയെടുക്കണം. ഇതിൻ്റെ പകുതി പൾപ്പ് മാറ്റി വെച്ചേക്കണം. അവസാനം അത് പുഡിംഗ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പകുതി പൾപ്പ് എടുത്തിട്ട് അത് അരിച്ചെടുത്ത് അതിൻ്റെ ജ്യൂസ് മാത്രമാക്കി ഒരു ബൗളിലേക്ക് മാറ്റി വെക്കുക. 1 ലിറ്റർ പാല്, ചൈന ഗ്രാസ്, പാഷൻ ഫ്രൂട്ട്, ആവശ്യത്തിന് പഞ്ചസാര. ഇത്രയുമാണ് പാഷൻ ഫ്രൂട്ട് പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. അരിച്ചു വെച്ചിരിക്കുന്ന പാഷൻ ഫ്രൂട്ട് ജ്യൂസ് എടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പുളി മാറിയിട്ട് മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ 4 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഒത്തിരി ചൂടാക്കി എടുക്കില്ല. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഒത്തിരി ചൂടാക്കി കഴിഞ്ഞാൽ ഇത് കുറുകിപ്പോവും. ഇത് നന്നായി ചൂടായിട്ടുണ്ട്. ഇനി അതൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇനിയും ചൈന ഗ്രാസ് വെക്കാം. 10 ഗ്രാമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ആദ്യം ചൈന ഗ്രാസ് ഒരു ബൗളിൽ കുറച്ച് വെള്ളത്തിൽ ഒഴിച്ച് വെച്ചിരുന്നത് അലിയിച്ചെടുക്കണം. ചൈന ഗ്രാസ് വെള്ളത്തിൽ കുറച്ച് നേരം നമുക്ക് ഇട്ട് വെച്ചേക്കാം. അപ്പോൾ അത് അലിഞ്ഞ് നന്നായിട്ട് വരും. ഇനിയും ബാക്കി എടുത്ത് വെച്ചിരിക്കുന്ന പാഷൻ ഫ്രൂട്ട് പൾപ്പ് എടുത്തിട്ട് അത് വേറൊരു പാനിലിട്ട് ചൂടാക്കിയെടുക്കാം. ഇത് കുരു കളയാത്ത പാഷൻ ഫ്രൂട്ടാണ്. ഇതിനകത്ത് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഇതിന് കുറച്ച് നേരം ചൂടാക്കിയെടുക്കാം. ഇത് നമുക്ക് പുഡിങ്ങിൻ്റെ മേലിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി എളുപ്പമാണ്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇനിയും പുഡിങ്ങിനുള്ള പാല് തിളപ്പിച്ചെടുക്കാം. പാലാണെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറുക്കിയെടുക്കണം. പാലിൽ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് ഇളക്കി കൊടുക്കാം. ഇനി എടുത്തു വെച്ചിരിക്കുന്ന ചൈന ഗ്രാസ് ഒരു പാനിലിട്ട് ചൂടാക്കിയെടുക്കാം. ചൈന ഗ്രാസ് നന്നായി അലിഞ്ഞ് കട്ട കെട്ടാതെ നന്നായി വരുമ്പം അത് ഓഫ് ചെയ്തിട്ട് നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന പാലിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പാല് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുക്കാൻ. ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ആദ്യം ചൂടാക്കി വെച്ചിരിക്കുന്ന പാഷൻ ഫ്രൂട്ട് ജ്യൂസ് എടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറുതായിട്ട് ഒഴിച്ചു കൊടുക്കാം. ആദ്യമേ തന്നെ ഈ ജ്യൂസ് ഒഴിച്ചു കൊടുത്ത് നമ്മൾ പാലും ഇതുകൂടെ മിക്സ് ചെയ്തിട്ട് ചൂടാക്കി എടുക്കരുത്. കാരണം ഇത് പാല് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഏകദേശം 1 മണിക്കൂർ വരുമ്പം ഈ പുഡിംഗ് നന്നായി സെറ്റാകും. അന്നേരം നമ്മൾ ആദ്യം എടുത്തു വച്ചിരിക്കുന്ന പാഷൻ ഫ്രൂട്ട് പൾപ്പ് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലെല്ലാം ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായി തണുത്തതിന് ശേഷം ഫ്രിഡ്ജ് വെച്ച് നന്നായി തണുപ്പിച്ചെടുക്കാം. ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല. പാഷൻ ഫ്രൂട്ട് പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്.